വൈശാഖം ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കത്തിയെരിയുന്ന ഒരു കുഞ്ഞു പ്രതീക്ഷയുണ്ട്. അതിനൊപ്പം ആ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും കൂടി ചേരുമ്പോൾ തന്നെയാണ് എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും നമ്മൾ തളർന്നു പോകാതെ മുന്നോട്ട് നടക്കുന്നത്. വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി മുതൽ വരുന്ന 9 ദിവസത്തെ സമയത്തിനുള്ളിൽ നമ്മളിൽപ്പെട്ട 7 നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളും വലിയ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭാവിയിലെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴും നാളെക്കുറിച്ചുള്ള ആ നല്ല ചിന്തയാണ് നമ്മളെ തളരാതെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ മനസ്സിന്റെ ഉള്ളിലെ ആ വെളിച്ചം മാഞ്ഞുപോകാതെ കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ കഠിനമായ പ്രാർത്ഥനയും നമ്മളിലുള്ള വിശ്വാസവും മാത്രമാണ്. ആ ഈശ്വരന്റെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു നല്ല സമയമാണിത്. നിങ്ങളുടെ 12 ഭാവങ്ങളിൽ വളരെ പരിശുദ്ധമായി കരുതുന്ന 9-ാം ഭാവത്തിലേക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹപൂർണമായ ദൃഷ്ടി പതിക്കാൻ പോകുകയാണ്. ജ്യോതിഷത്തിൽ ഈ 9-ാം സ്ഥാനത്തെയാണ് നമ്മൾ ഭാഗ്യസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ എത്രത്തോളം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ എങ്ങനെയൊക്കെ കിട്ടുമെന്നും തീരുമാനിക്കുന്നത് ഈ 9-ാം ഭാവമാണ്. ഇപ്പോൾ നിങ്ങളെ തേടിവരാൻ നിൽക്കുന്ന വലിയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളും ഒരുപക്ഷേ നിങ്ങൾ പണ്ട് ചെയ്ത നന്മകളുടെ ഫലമായി കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ആത്മാർത്ഥമായ ഈശ്വരഭക്തി കൊണ്ട് നിങ്ങളെ തേടിയെത്തുന്നതുമാകാം. എന്തായാലും ആരും വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും ഈ വലിയ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. പലപ്പോഴും നമ്മളൊക്കെ വലിയ സങ്കടത്തോടെ ചിന്തിച്ചു പോകാറുണ്ട്, നമ്മുടെ ഈ കഷ്ടപ്പാടുകൾക്കൊന്നും ഒരു അവസാനമില്ലേ, എനിക്ക് മാത്രം എന്താണ് ഭഗവാൻ ഇത്രയധികം ദുരിതങ്ങൾ തരുന്നത് എന്നൊക്കെ. അങ്ങനെ ചിന്തിച്ചു പോകുന്നത് മനുഷ്യന്മാരായ നമ്മളുടെ സ്വാഭാവികമായ വികാരമാണ്. എന്നാൽ ഈ പറയുന്ന 7 നക്ഷത്രക്കാരുടെ കാര്യം നോക്കിയാൽ ഗ്രഹങ്ങളുടെ ഈ ഒരു മാറ്റം കാരണം കാണുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിനു മുകളിൽ ഇത്രയും നാൾ ഒരു കറുത്ത നിഴൽ പോലെ പടർന്നു നിന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ വരാൻ പോകുന്ന പുലരിയോടുകൂടി മാഞ്ഞുപോകാൻ പോകുകയാണ്. ഇന്ന് പുലർച്ചെ ഇവിടെ രാശിപ്രശ്നം വെച്ചു നോക്കിയ സമയം തെളിഞ്ഞു കണ്ടത് പൂർവ്വജന്മത്തിലെ പുണ്യഫലം കൊണ്ടാണ് വരും 9 നാളുകൾക്കുള്ളിൽ ഈ ശുഭമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് എന്നാണ്. അതിനാൽ നിങ്ങളെ തേടിയെത്തുന്ന ഈ വലിയ യോഗത്തെയും സമ്പൽ സമൃദ്ധിയെയും തള്ളിക്കളയാതെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നെഞ്ചിലേറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈയൊരു മനസ്സോടെ വേണം നിങ്ങൾ വന്നു ചേരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കാൻ. താങ്ങാനാവാത്ത കടങ്ങൾ കൊണ്ടും കുടുംബത്തിലെ വഴക്കുകൾ കൊണ്ടും ജോലിസ്ഥലത്തെ കടുത്ത മാനസിക പ്രയാസങ്ങൾ കൊണ്ടും തളർന്നു ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും എന്ന നിങ്ങളുടെ പേടിക്ക് കാലം കാത്തുവെച്ച വലിയൊരു മറുപടിയാണ് ഈ 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യദിനങ്ങൾ. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാകും. ഇനി ആ 7 ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി തന്നെ കണ്ടു മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രഫലത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് പൂജയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ പൂജ ഉദയാസ്തമന പൂജയാണല്ലോ. സാധാരണ അമ്പലങ്ങളിൽ ഈ പൂജ നടത്താൻ ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവ് വരാറുണ്ട്. ഈ പൂജ തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്ന ഓഗസ്റ്റ് 21-നും 22-നും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ തുക വരുന്നത് എന്നുവെച്ചാൽ ഇതിലാകെ 21 പൂജകളാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് 21 പൂജകൾ ചേർന്ന ഒന്നാണ് ഈ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പൂജ നടത്തുന്നതിന്റെ തലേ ദിവസത്തെ അത്താഴപൂജ മുതൽ പൂജ നടക്കുന്ന ദിവസത്തെ അത്താഴപൂജ വരെ നീളുന്ന ഒന്നാണിത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് 21-നും 22-നും നമ്മൾ ഇവിടെ ഈ ഉദയാസ്തമന പൂജ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കാളികളാകാനും സ്വന്തം പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്താനും താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിനുശേഷം വരുന്ന അടുത്ത വീഡിയോയിലോ നിങ്ങളുടെ വിവരങ്ങൾ തന്നാൽ മതിയാകും. ഇനി വരാൻ പോകുന്ന 9 ദിവസങ്ങളിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരുന്ന 9 ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടാം. അതിനുള്ള ചില സൂചനകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞുവരും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് നിങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്.
വരാൻ പോകുന്ന ഈ 9 ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തികമായി വലിയൊരു നേട്ടവും ഉയർച്ചയും ഉണ്ടാകാനുള്ള സമയമാണ് തെളിയുന്നത്. അത് ഏതു വഴിയിലൂടെ വേണമെങ്കിലും വരാം. അതിനെ കൃത്യമായി മനസ്സിലാക്കി സ്വന്തമാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. വർഷങ്ങളായി മുടങ്ങിപ്പോയ വസ്തു ഇടപാടുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുകയും അതിലൂടെ വലിയൊരു തുക കയ്യിൽ വന്നു ചേരുകയും ചെയ്യും. അതുമാത്രമല്ല, കുടുംബത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ മാറി സമാധാനപരമായ അന്തരീക്ഷം വീട്ടിലുണ്ടാകും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. ഇനി രണ്ടാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ അംഗീകാരങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കാൻ യോഗമുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അനുകൂലമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ വിദേശത്ത് പുതിയൊരു ജോലി വാഗ്ദാനമോ പെട്ടെന്നുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ പഴയ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വലിയൊരു സഹായമോ സമ്മാനമോ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ വന്നുചേരും. ഇനി മൂന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഈ 9 ദിവസങ്ങളിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം നേരിട്ട് അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. അതിന് ആവശ്യമായ പണമില്ലാതെ വിഷമിക്കുകയാണെങ്കിൽ ആ തുക ഈ 9 ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. കൂടാതെ നിങ്ങളുടെ ആരോഗ്യനിലയിൽ വളരെ വലിയ പുരോഗതിയും ആശ്വാസവും ഉണ്ടാകും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു അസുഖത്തിന്റെ പിടിയിലാണ് താനെന്നും അല്ലെങ്കിൽ വേറെന്തോ വലിയൊരു വ്യാധി തന്നെ വേട്ടയാടുന്നുണ്ടെന്നും വിചാരിച്ച് മനസ്സ് വിഷമിപ്പിച്ചിരുന്നവർക്ക് ഡോക്ടറുടെ പക്കൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗബാധയും ഇല്ലെന്ന് വളരെ വ്യക്തമായി തെളിയുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഏതൊരു വലിയ അസുഖത്തെ ഓർത്ത് രാത്രികളിൽ ഉറക്കമില്ലാതെ കണ്ണീരൊഴുക്കിയോ ആ വിഷമങ്ങളെല്ലാം മാറി നെഞ്ചിലൊരു വലിയ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി നാലാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഉത്തര നക്ഷത്രക്കാരുടെ കാര്യമാണ്. ഉത്തര നക്ഷത്രക്കാരായ ആളുകളെ സംബന്ധിച്ച് സ്വന്തമായി ഒരു വീടോ അല്ലെങ്കിൽ ഒരു വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ പാകത്തിലുള്ള ഒരു അന്തരീക്ഷം ഈ വരുന്ന 9 ദിവസങ്ങൾക്കുള്ളിൽ തെളിഞ്ഞുവരുന്നത് കാണാൻ സാധിക്കും. കാര്യങ്ങളെല്ലാം അത്രമേൽ അനുകൂലമായി വന്ന് 1 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ആ പുതിയ വാഹനം നിങ്ങളുടെ കൈകളിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരുന്നത്. അതല്ലെങ്കിൽ നിങ്ങളത്രയും നാളായി വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ബാങ്ക് വായ്പ അപ്രതീക്ഷിതമായി അനുവദിച്ചു കിട്ടുന്ന നല്ലൊരു യോഗവും കാണുന്നുണ്ട്. ഇതുകൂടാതെ സ്വന്തം മക്കളുടെ പഠനകാര്യത്തിലോ അവരുടെ കല്യാണകാര്യത്തിലോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന വലിയ ആശങ്കകളും സങ്കടങ്ങളും എല്ലാം തന്നെ ഈ 9 ദിവസത്തെ സമയം കൊണ്ട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളായി മാറിത്തരുന്നതായിട്ടാണ് കാണുന്നത്. അഞ്ചാമതായി വരുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് മുന്നിൽ എവിടെയൊക്കെയോ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം തിരികെ സ്വന്തം കൈകളിൽ വന്നുചേരാനുള്ള അപൂർവമായ ചില വഴികൾ തെളിഞ്ഞുകിട്ടും. നിങ്ങൾ മുമ്പ് ആർക്കെങ്കിലും കൊടുത്ത കടം തിരികെ കിട്ടാതെ മനസ്സുനൊന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ പെൻഷൻ വഴിയുള്ള തുകകൾ കിട്ടാതെ വഴിമുട്ടി നിൽക്കുകയാണെങ്കിലോ അത് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായി മാറുകയും ആ ഒരു ബന്ധം വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളുണ്ടാകുകയും ചെയ്യും. ഇനി ആറാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കലാപരമായ കഴിവുകളിലും സർഗാത്മകമായ കാര്യങ്ങളിലുമെല്ലാം വലിയ പുരോഗതിയും നല്ല അംഗീകാരങ്ങളുമൊക്കെ തേടിയെത്തുന്ന ഒരു നല്ല കാലമാണിത്. അതായത് ഈ വരുന്ന 9 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ കലാപരമായോ കായികപരമായോ ഉള്ള കഴിവുകളെ ഈ സമൂഹവും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുമൊക്കെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഇനി ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ താൽപ്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെടുക്കുന്ന ആ ടിക്കറ്റിന് തന്നെ 1-ാം സമ്മാനം അടിക്കാനുള്ള ഒരു വലിയ ഭാഗ്യവും വന്നെത്തിയേക്കാം. അതുമല്ലെങ്കിൽ കുടുംബസ്വത്തുക്കൾ നിങ്ങളുടെ സ്വന്തം പേരിലേക്ക് വന്നു ചേരാനുള്ള നല്ലൊരു യോഗവും തെളിയുന്നുണ്ട്. ഇനി ഏഴാമതായി പറയുന്നത് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയൊരു ആത്മീയ ഉണർവും സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഘട്ടമാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വരുന്ന 9 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ മനസ്സിൽ കൊതിച്ചിരുന്ന വലിയൊരു തീർത്ഥാടനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചേക്കാം. നിങ്ങളുടെ മനസ്സിലെ ഏറെക്കാലത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ യാത്ര. അതല്ലെങ്കിൽ ഒട്ടേറെ നാളുകളായി നിങ്ങൾ കാത്തിരുന്ന നല്ലൊരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളെ തേടിവരുന്നതായിരിക്കും. മാത്രവുമല്ല, സ്വന്തം ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യം കണ്ടെത്താൻ
നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ 9 ദിവസങ്ങൾ എന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉപസംഹാരം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 7 നക്ഷത്രക്കാരും വരും ദിവസങ്ങളിൽ നല്ല ഭഗവത് ചിന്തയോടും മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ളിലുള്ള അനാവശ്യമായ ഭയവും വിഷമങ്ങളുമൊക്കെ മാറ്റിവെച്ച് മുന്നിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തിക്കൊള്ളുന്നു.